ഗാലക്സി വിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള അന്തിമ വോട്ടർ പട്ടിക പൂർത്തിയായി. ജില്ലയിലെ ആകെ വോട്ടർമാർ 25,32,715. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോരാട്ടം ആവേശത്തിലേക്ക് കടന്നു. സ്ത്രീകൾക്കും യുവാക്കൾക്കും പരിഗണന നൽകുന്ന ജനകീയ സർക്കാരായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ നിലവിൽ വരിക എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ചേർന്ന് കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ. വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും LDF-നും UDF-നും കഴിഞ്ഞിട്ടില്ലെന്ന് 2020 പാർട്ടി നേതാവ് സാബു M ജേക്കബ്. പുന്നിയൂർക്കുളം അണ്ടത്തോടിൽ 67 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് 5250 കിലോ ചെറുമത്സ്യങ്ങളെ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. ബോട്ട് ഉടമകളിൽ നിന്ന് 2.5 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കുന്നതിന് ഓട്ടോറിക്ഷ വെട്ടിച്ചതിനിടെയാണ് അപകടം. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന് രാജകീയ പ്രൗഢിയോടെ തുടക്കമായി. ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ച് തേവർ പടിഞ്ഞാറേ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. വാർത്തകൾ വിശദമായി. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള അന്തിമ വോട്ടർ പട്ടിക പൂർത്തിയായി. പുതുക്കിയ പട്ടിക പ്രകാരം ജില്ലയിലെ ആകെ വോട്ടർമാർ 25,32,715. പുരുഷ വോട്ടർമാർ 12,28,118. സ്ത്രീ വോട്ടർമാർ 13,04,580. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ 17 പേരുമാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വ്യാഴാഴ്ച അവസാനിക്കും. സ്ത്രീകൾക്കും യുവാക്കൾക്കും പരിഗണന നൽകുന്ന ജനകീയ സർക്കാരായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ നിലവിൽ വരിക എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പാവർട്ടിയിൽ സംഘടിപ്പിച്ച വനിതാ കൂട്ടായ്മയായ മണലൂർ പെൺമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാരിനെ താഴെയിറക്കാൻ ജനം കാത്തിരിക്കുകയാണ്. താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന TN പ്രതാപൻ എന്ന പൊതുപ്രവർത്തകന് സാധാരണക്കാരന്റെ കൂടെ നിൽക്കാൻ കഴിയുമെന്നത് അദ്ദേഹം തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ മണലൂർ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുബൈദ മുഹമ്മദ് മണലൂർ പെൺമ കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ചു. മണലൂരിന് ഒരു മാനിഫെസ്റ്റോയും TN പ്രതാപന്റെ 10 ഗ്യാരണ്ടിയും ചടങ്ങിൽ KC വേണുഗോപാൽ MP പ്രഖ്യാപിച്ചു. JB മേത്തർ MP, AICC നിരീക്ഷകൻ അശോക് ധൻവർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, MP വിൻസെന്റ്, സുനിൽ അന്തിക്കാട്, CA മുഹമ്മദ് റഷീദ്, PRN നമ്പീശൻ, KK ബാബു, CC ബാബു, CJ സ്റ്റാൻലി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, ക്ലമൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. TCV ന്യൂസ്, പാവറട്ടി. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ചേർന്ന് കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച നിയോജകമണ്ഡലം കൺവെൻഷൻ ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മരുന്ന് നിർമ്മാണ രംഗത്ത് 70% ഇന്ത്യ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ കേരളത്തിൽ ഒറ്റ വ്യവസായ സംരംഭങ്ങൾ ഇല്ല. കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കാത്തതാണ് ഇതിന് കാരണം. 35 ലക്ഷത്തോളം വരുന്ന വിദേശ മലയാളികൾ പ്രവാസം മതിയാക്കി കേരളത്തിലെത്തിയാൽ പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയില്ല. ഭരണവർഗ മുന്നണികൾ അവയെല്ലാം അടച്ചുപൂട്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന കൺവെൻഷനിൽ NDA നിയോജകമണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഭഗവന്ത് ഖുബ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തം BJP-യാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, നിയോജകമണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു.
കേരളത്തിന് ആവശ്യമുള്ള വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും LDF-നും UDF-നും കഴിഞ്ഞിട്ടില്ലെന്ന് 2020 പാർട്ടി നേതാവ് സാബു M. ജേക്കബ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയില്ലെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്നത് പൂട്ടിയ അവസ്ഥയിലായെന്നും 2020 വിജയിച്ചാൽ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ തുറക്കുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സാബു M. ജേക്കബ് പറഞ്ഞു. അതുകൂടാതെ ചാലക്കുടി, ഈ 2 സ്ഥലത്താണ് ഞങ്ങൾ മത്സരരംഗത്തുള്ളത്. അപ്പോൾ അതില് കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഡോക്ടർ വർഗീസ് ജോർജ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് 2020 നേതൃത്വ നിലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സണ്ണിലോയാണ്. ഒരുപാട് ബിസിനസ്സും ഇതെല്ലാം നടത്തി ദുബായിലും മറ്റും ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വളരെ പരിചയമുള്ള ഒരാളെയാണ് ഞങ്ങൾ ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. കുണ്ടൂർ കുത്തിയത്തോട് പാലം നിർമ്മിക്കുമെന്നും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ തരിശ് നിലങ്ങളിൽ കൃഷിയിറക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുമെന്നും അടച്ചുപൂട്ടിയ ചക്ക ഫാക്ടറി ഉൾപ്പെടെയുള്ളവ തുറക്കുമെന്നും NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. LDF വികസന സങ്കല്പമായ നവകേരളത്തിന്റെ മാതൃകയിൽ നവമണലൂർ സൃഷ്ടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് മണലൂർ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് വ്യക്തമാക്കി. മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസനത്തിനാണ് പ്രഥമ പരിഗണന നൽകുക. കാർഷിക മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന വികസനത്തിനാണ് മണ്ഡലത്തിൽ ലക്ഷ്യം വെക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ റോഡ് നവീകരണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിലൂടെ മണലൂർ മണ്ഡലത്തെ കാർബൺ ന്യൂട്രോൺ മണ്ഡലമാക്കി മാറ്റും. മനുഷ്യവിഭവ വികസനം ലക്ഷ്യം വയ്ക്കുന്ന നവീകരണ പദ്ധതികൾക്കും ഇതിലൂടെ രൂപം നൽകുമെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലം LDF കൺവീനർ TV. ഹരിദാസൻ അധ്യക്ഷനായി. ചെയർമാനും CPI മണ്ഡലം സെക്രട്ടറിയുമായ VR. മനോജ്, CPM ഏരിയ സെക്രട്ടറി PA. രമേശൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പുന്നിയൂർക്കുളം അണ്ടത്തോടിൽ വൻ കഞ്ചാവ് വേട്ട, 3 പേർ പിടിയിലായി. പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്തിയ 67 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പിക്കപ്പ് വാൻ ഡ്രൈവർ കോട്ടയം മങ്കിലേത്ത് വീട്ടിൽ ലിൻഡോ ജോസഫ്, വാഹന ഉടമ പൊങ്ങണംകാട് സ്വദേശി തീയത്തുപറമ്പിൽ അനീഷ്, ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വാഹനത്തിൽ കൊടുത്തുവിട്ട കോട്ടയം സ്വദേശി കൊല്ലംപറമ്പിൽ തോമസ് കുര്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും വടക്കേക്കാട് പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. നേരത്തെ പിടിയിലായ ലിൻഡോ ജോസഫിൽ നിന്നാണ് മറ്റ് 2 പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 1 കോടിയോളം രൂപ വില വരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൃശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മൊത്തവിതരണത്തിനായാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് പിടികൂടിയത്. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് 5250 കിലോ ചെറുമത്സ്യങ്ങളെ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. സർക്കാർ ഉത്തരവ് പ്രകാരം വേണ്ട മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത കിളിമീൻ, ഉലുവാച്ചി എന്നീ മീനുകളാണ് ബോട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം പള്ളിപ്പുറം സ്വദേശി ലളിതയുടെ പേരിലുള്ള പാതുവ ആന്റണി എന്ന ബോട്ട് പിടികൂടി. ബോട്ടുടമയിൽ നിന്ന് 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ CK. മനോജ്, ഫിഷറീസ് ഓഫീസർ സഹന ഡോൺ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്ക്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശികളായ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കുന്നതിന് വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്. പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാളും പരിചയമേന്തിയ പടയാളികളുടെയും പരിവാരങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും തീവെട്ടിയുടെയും അകമ്പടിയോടെ തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു. മകീരം പുറപ്പാടിന് ശേഷം സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിയ തേവർക്ക് ഇനി ഗ്രാമപ്രദക്ഷിണമാണ്. ആറാട്ടുപുഴ പൂരം വരെ നീളുന്ന ഗ്രാമപ്രദക്ഷിണത്തിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമായാണ് യാത്ര. രാജകീയ പ്രൗഢിയിലാണ് തേവരുടെ എഴുന്നള്ളത്ത്. തേവർ വരുന്ന വഴിയെല്ലാം ചെത്തിമിനുക്കി പന്തലിട്ട് കുരുത്തോലയിട്ട് ചാണകമെഴുകിയ തറയിൽ അരിപ്പൊടി ചാലിച്ച് കോലമിട്ട്
വാഴയിലയിൽ നിറപറയും നിലവിളക്കും വെച്ച് തേവരെ സ്വീകരിക്കാൻ ഭക്തർ കാത്തുനിൽക്കും. ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ച് തേവർ പടിഞ്ഞാറ് നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. പഞ്ചാരി മേളത്തിന് ശേഷം ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തിയ ശേഷം തേവർ കാട്ടൂർ പൂരത്തിന് പുറപ്പെട്ടു. തുടർന്ന് തിരിച്ചെത്തുന്ന തേവർ വ്യാഴാഴ്ച രാവിലെ ബ്ലാഹയിൽ കുളത്തിൽ ആറാടും. വൈകിട്ട് നിയമവെടിക്ക് ശേഷം കുറുക്കൻ കുളത്തിൽ ആറാട്ടും നടക്കും. തൃപ്രയാർ ശ്രീരാമ ഭക്ത സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആറാട്ട് കഞ്ഞി വിതരണം നടത്തി. പഞ്ചായത്ത് മെമ്പർ അംബിക കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, സമിതി സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, വൈസ് പ്രസിഡന്റ് സുധീർ ആലക്കൽ, രക്ഷാധികാരി ജഗദീഷ് കോയമ്പത്തൂർ, സക്കീർ ഹുസൈൻ, ശ്രീരാമക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിലാൽ, സെക്രട്ടറി സുനിൽ വെന്നിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗമാണെന്നും 100-ലധികം സീറ്റുകൾ നേടി മുന്നണി അധികാരത്തിൽ വരുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വടക്കാഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ ക്ഷേമ പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന മഹാലക്ഷ്മി പദ്ധതിയും സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കലും ഇതിൽ പ്രധാനമാണ്. യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കുമെന്നും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. UDF മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA-മാരായ അനിൽ അക്കര, TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കുന്നംകുളം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ അപരന്റെ പത്രിക തള്ളി. എടപ്പാൾ സ്വദേശിയായ KP മൊയ്തീൻ സമർപ്പിച്ച പത്രികയാണ് അപാകതകൾ മൂലം വരണാധികാരി നിരസിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ KP മൊയ്തീന്റെ സത്യവാങ്മൂലത്തിൽ ക്രമക്കേടുകളും അപാകതകളും ഉണ്ടെന്ന് ഇടതുമുന്നണി പ്രവർത്തകർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്കൊടുവിലാണ് പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് പത്രിക തള്ളാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതോടെ കുന്നംകുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. പ്രധാന 3 മുന്നണി സ്ഥാനാർത്ഥികളും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 4 പേരാണ് മത്സരരംഗത്ത് ഉള്ളത്. LDF മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ റോഡ് ഷോ ആവേശമായി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, കവി C രാവുണ്ണി, VN സുർജിത്ത്, PG സുബിദാസ്, KK ശശിധരൻ, K രാഗേഷ്, KM ഗോപി എന്നിവർ സംസാരിച്ചു. അരിമ്പൂരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കേച്ചേരിയിൽ സമാപിച്ചു. NDA ചാലക്കുടി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ചാർലി പോൾ കൊടകരയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, സെക്രട്ടറി സുജിത്ത്, പ്രദീപ് വാഴക്കാലി, OB ബിബിൻ, വിപിൻ വർഗീസ്, PS രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NDA കൊടകര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ നിർവഹിച്ചു. UDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കാളമുറിയിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KV അബ്ദുൽ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു.
സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി കുന്നംകുളത്തിന്റെ സമഗ്രമായ മുന്നേറ്റമാണ് NDA ലക്ഷ്യമിടുന്നത് എന്ന് സ്ഥാനാർത്ഥി KR റെജിൽ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിൽ NDA അധികാരത്തിൽ വന്നാൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കായിക മേഖലയുടെ പുരോഗതിക്കും പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ചു. NDA മണലൂർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അരിമ്പൂർ പഞ്ചായത്തിലെ വോട്ടർമാരെ കണ്ട് വോട്ട് തേടി. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ തൃക്കൈവെണ്ണ വഴിപാടായി സമർപ്പിച്ചു. തുടർന്ന് എറവ് പരദേവതാ ക്ഷേത്രത്തിന് സമീപമുള്ള SNDP ശാഖയിലെത്തി ഭാരവാഹികളെയും പ്രവർത്തകരെയും കണ്ട് വോട്ട് തേടി. എറവ് കപ്പൽ പള്ളിയിലെത്തി മാതാവിന്റെ അനുഗ്രഹം തേടിയ ശേഷം വികാരി ഫാദർ റോയ് ജോസഫ് വടക്കനുമായി ചർച്ച നടത്തി. വീടുകളും സ്ഥാപനങ്ങളുമായി അരിമ്പൂർ പഞ്ചായത്തിൽ 5-ാം കല്ല്, അരിമ്പൂർ, കുന്നത്തങ്ങാടി, മനക്കൊടി എന്നിവിടങ്ങളിലായി 22-ലധികം കേന്ദ്രങ്ങളിൽ എത്തി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ വോട്ട് തേടി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി K ശ്രീരാജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പാവറട്ടിയെ നീലക്കടലാക്കി വനിതകളുടെ റോഡ് ഷോ ശ്രദ്ധേയമായി. പ്രതീക്ഷയാണ് പ്രതാപൻ എന്നെഴുതിയ നീലക്കുടയുമേന്തിയാണ് പാവറട്ടി സെന്ററിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയത്. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ, JB മേത്തർ MP, AICC നിരീക്ഷകൻ അശോക് തൻവാർ എന്നിവർ ജാഥയ്ക്ക് മുന്നിലായി അണിനിരന്നു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുബൈദ മുഹമ്മദ്, റൂബി ഫ്രാൻസിസ്, മീര ജോസ്, സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, NK വിമല തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KG സുവർണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KA ഹാറൂൺ റഷീദ്, സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ CJ പോൾസൺ, CC ബാബുരാജ്, സുധാകരൻ മണപ്പാട്ട്, ഷീല വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുടിക്കോട് നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത 62.5 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ എക്സൈസ് ആൻഡ് നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കുള്ള സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന കർണാടക സ്വദേശി ഉദയശങ്കറിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, ഇൻസ്പെക്ടർ N സുദർശനകുമാർ, എക്സൈസ് IB ഇൻസ്പെക്ടർ N സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി പണം പിടികൂടിയത്. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വടക്കാഞ്ചേരി പൂര കമ്മിറ്റി ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി സഞ്ജയ് ദത്ത്, നേതാക്കളായ അനിൽ അക്കര, രാജേന്ദ്രൻ അരങ്ങത്ത്, CV കുര്യാക്കോസ്, K അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കടങ്ങോട് മണ്ഡലം UDF കൺവെൻഷൻ നടത്തി. പന്നിത്തടം MM പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ, സിദ്ദിഖ് പന്താവൂർ, ബിജോയ് ബാബു, VK രഘുസ്വാമി, സുരേഷ് മമ്പറമ്പിൽ, ഗഫൂർ കടങ്ങോട് തുടങ്ങിയവർ പങ്കെടുത്തു. മാളയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുതിപ്പാല സ്വദേശി മേൽവീട്ടിൽ 19 വയസ്സുള്ള ശ്രീദേവാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പഠനത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പറയുന്നു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന PG ദീപകിന്റെ 11ാമത് രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണ സമ്മേളനവും തൃശൂരിൽ നടന്നു. RJD ജില്ലാ കമ്മിറ്റി നടത്തിയ അനുസ്മരണ യോഗം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. ദീപക് വധക്കേസിലെ സംഘപരിവാർ നേതാക്കളെ രക്ഷിക്കുവാനുള്ള പോലീസിന്റെ ശ്രമം ആദ്യം വിജയിച്ചുവെങ്കിലും ഹൈക്കോടതി കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിച്ചത് നീതിന്യായ ചരിത്രത്തിലെ അപൂർവ വിധിയായി കാണുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശീയ കൗൺസിൽ അംഗം അജി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഷോബിൻ തോമസ്, CM ഷാജി, ബിജു ആട്ടോർ, ജീജ P രാഘവൻ, KT പ്രിൻസ്, അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി, CN വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിദ്വാറിലെ അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിന്റെ നേതൃത്വത്തിൽ ആനന്ദപുരത്ത് ഗായത്രി മഹായജ്ഞം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. അഷ്ടവൈദ്യൻ തൈക്കാട് മൂസ് വൈദ്യരാജ് ഔഷധശാല കോമ്പൗണ്ടിൽ ഞായറാഴ്ച രാവിലെ 9 മുതലാണ് മഹായജ്ഞം ആരംഭിക്കുക.
സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ്, ശബരിമല മുൻ മേൽശാന്തിമാരായ ജയരാജ് നമ്പൂതിരി, ഏഴിക്കോട് ശശി നമ്പൂതിരി, അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗുരുവായൂർ മുൻ മേൽശാന്തി ഇ കെ ഹരിനാരായണൻ നമ്പൂതിരി, സ്വാമി യോഗി മഹേശ്വരാനന്ദ, അഷ്ടവൈദ്യൻ ഇ ടി ദിവാകരൻ മൂസ്, ഗുരുവായൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് ഇ കെ വിജയൻ എന്നിവരെ യജ്ഞവേദിയിൽ ആദരിക്കും. മനുഷ്യന്റെ ജീവശക്തി, സഹനശക്തി, രോഗപ്രതിരോധ ശക്തി എന്നിവയെ വർദ്ധിപ്പിക്കുന്നതിന് യജ്ഞം ഉപകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണർ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ, ഗായത്രി പരിവാർ സംഘാംഗം വി എസ് ജോഷി, വൈദ്യരാജ് ഔഷധശാല മാനേജർ എം ജയകുമാർ, ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് മാനേജർ കെ രാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ജനവാസ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാടശേഖര കമ്മിറ്റികളുടെ കർഷക കൂട്ടായ്മകൾ രംഗത്ത്. തൃക്കൂർ, അളഗപ്പനഗർ, വരന്തരപ്പള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷം. വനമേഖലയിൽ നിന്നെത്തുന്ന കാട്ടുപന്നികൾ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും കുറ്റിക്കാടുകളിലുമായി പെറ്റുപെരുകുകയാണ്. ശക്തമായ ചൂട് മൂലം രാത്രിയാകുമ്പോൾ ഇവ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നത് വലിയ ഭീഷണിയാണ്. ഇതുമൂലം വലിയ നഷ്ടമാണ് കർഷകർക്കും ഉണ്ടാകുന്നത്. ഉയർന്ന കൂലിയും രാസവളത്തിന്റെ വിലവർധനവും മൂലം കഷ്ടതയനുഭവിക്കുന്ന കർഷകർക്ക് ഇരട്ടി നഷ്ടമാണ് കാട്ടുപന്നി ശല്യം മൂലമുണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുൻപ് തന്നെ മുഴുവൻ തോക്കുകളും സറണ്ടർ ചെയ്യേണ്ടി വന്നത് കർഷകർക്ക് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ 2 മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നത് വൻ നഷ്ടത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. അടിയന്തരമായി അംഗീകൃത ഷൂട്ടർമാരുടെ സറണ്ടർ ചെയ്ത തോക്കുകൾ തിരിച്ചു നൽകുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനും ജില്ലാ ഭരണകൂടം അനുമതി നൽകണമെന്നാണ് കർഷക കൂട്ടായ്മകളുടെ ആവശ്യം. ദിനം പ്രതി ഒരു 10-20 വാഴ വെച്ച് ഡെയിലി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 2-3 മാസം പ്രായമായ വാഴകളാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൃഷിക്കാര് ഈ തോക്കുകൾ വീണ്ടും അനുവദിച്ച് അധികാരപ്പെടുത്തിയുള്ള ഷൂട്ടർമാരെ നിയമാനുസൃതമായി കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥന നടത്തുകയാണ്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനാൽ ഇതുവരെ അംഗീകൃത ഷൂട്ടർമാർക്ക് കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ശുപാർശ അടിയന്തരമായി പരിഗണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിനിടെ ചിത്രീകരിച്ച സിനിമയിലെ രംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഷൈജു കടലുണ്ടി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സിനിമയുടെ സംവിധായകൻ സജിൻ ബാബുവിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ഭരണി ആഘോഷത്തിന്റെ നാളുകളിൽ ക്ഷേത്രത്തിലും പരിസരത്തുമായാണ് സിനിമാ ചിത്രീകരണം നടന്നത്. ക്ഷേത്രത്തിലെത്തിയ കോമരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി വീഴ്ത്തുന്ന സിനിമാ രംഗം യഥാർത്ഥ സംഭവമെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വീൽചെയർ, ട്രോളി, ഡ്രിപ്പ് സ്റ്റാൻഡ്, കസേര, ശുചീകരണ സാമഗ്രികൾ തുടങ്ങിയവ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ഇന്ദുവിനെ ഓർമ്മക്കൂട്ട് ഭാരവാഹികൾ കൈമാറി. വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ KB സനൽകുമാർ, ഡോക്ടർ അജിത് കുമാർ, ഡോക്ടർ ശരത്, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ ഗീത, ബോബി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗത്തിൽ ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് CT ഡേവി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ രാവുണ്ണിക്കുട്ടി നിർവഹിച്ചു.
KM ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ ദേവദാസ്, അജീഷ്, രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രവാസി എഴുത്തുകാരൻ തയ്യാറാക്കിയ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ എന്ന സ്വാതന്ത്ര്യസമര സേനാനിയുടെ സംഭവബഹുലമായ ജീവിതകഥയും ദേശീയ പതാകയുടെ ചരിത്രവും CBSE 7ാം ക്ലാസ് മലയാള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിംഗലി വെങ്കയ്യയെക്കുറിച്ച് പ്രവാസി എഴുത്തുകാരനായ സതീഷ് കുമാർ വിശാഖപട്ടണം തയ്യാറാക്കിയ ലേഖനമാണ് മലയാള പാഠാവലിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ചന്ദ്രാപ്പിനി സ്വദേശിയായ സതീഷ് കുമാർ വിശാഖപട്ടണം പാട്ടോർമ്മകൾ @ 365 എന്ന ലേഖന പരമ്പരയിലൂടെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മലയാള ഗാന സാഹിത്യരംഗത്തെ ഏറെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. തന്റെ പ്രവാസ ജീവിതത്തിനിടയിലായിരുന്നു ദേശീയ പതാകയുടെ ശില്പിയെയും അതിന്റെ ചരിത്ര വഴികളെക്കുറിച്ചും അറിയുന്നതും എഴുതുന്നതും. ദേശീയ പതാകയ്ക്ക് വേണ്ടി പിംഗലി വെങ്കയ്യ നേരിട്ട വെല്ലുവിളികളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര പ്രാധാന്യവും മനസ്സിലാക്കി അവയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അബ്സല്യൂട്ട് എഡ്യൂക്കേഷൻ CBSE മലയാള പാഠാവലിക്ക് വേണ്ടി ഈ ലേഖനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാമത് ജില്ലാ പ്രതിനിധി സമ്മേളനം പറപ്പൂരിൽ നടന്നു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ദശരഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചിന്മയ മിഷന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി അമൃത് യാത്ര തൃശൂരിലെത്തി. 2025 ഡിസംബർ 31 പൂനെയിൽ നിന്നും ആരംഭിച്ച യാത്ര 295 ദിവസം കൊണ്ട് 35,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ്. സ്വാമി ചിന്മയാനന്ദജിയുടെ പാദുകങ്ങളും മൂർത്തിയും വഹിച്ച ചിന്മയ വാഹിനിക്ക് തൃശൂർ പൗരാവലി സ്വീകരണം നൽകി. നീരാഞ്ജലി ഹാളിൽ നടന്ന ഗുരുപാദുക പൂജയിൽ സംപൂജ്യ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ മുഖ്യ പ്രഭാഷണം നടത്തി. പുറകെ കീർത്തനങ്ങൾ, പ്രഭാഷണം, ഭജന, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. സ്വാമിനി സമാഹിതാനന്ദ അമ്മ, ചിന്മയ ട്രസ്റ്റ് മെമ്പേഴ്സ്, ചിന്മയ മിഷൻ കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. UDF സാരഥി സംഗമം ചാവക്കാട് നടന്നു. വ്യാപാര ഭവനിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന CPM BJP ഡീലിന്റെ പരീക്ഷണശാലയാണ് ഗുരുവായൂരെന്ന് MA സമദ് പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പിന്റെ അഭാവം കൊണ്ടാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നിയമ ബിരുദധാരിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുന്നത്. പിണറായി വിജയനും BJP നേതൃത്വവും തമ്മിൽ ഡീൽ തുടങ്ങിയത് അവിടെ നിന്നാണെന്നും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിക്ക് ലഭിച്ച 45,000 വോട്ടിലേക്കുള്ള വർധനവ് ആ ഡീലിലെ പ്രത്യുപകാരമാണെന്നും സമദ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CA ഗോപപ്രതാപൻ അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, സ്ഥാനാർത്ഥി CH റഷീദ്, CA മുഹമ്മദ് റഷീദ്, RP ബഷീർ, ഉമ്മർ മുണ്ടക്കത്ത്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, PV ഉമ്മർ, ജലീൽ വലിയകത്ത്, ബഷീർ പൂക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര മനക്കുളങ്ങരയിലെ IT വിദഗ്ധരായ ഇരട്ട സഹോദരിമാർക്ക് ഇരട്ടകളായ യുവ എഞ്ചിനീയർമാർ താലി ചാർത്തിയപ്പോൾ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അത് ഇരട്ടി മധുരമായി. കൊടകര മനക്കുളങ്ങര നാരായണത്തോട്ടത്തിൽ ശോഭനൻ സുനിത ദമ്പതികളുടെ മക്കളായ അഞ്ജലിയും അഞ്ജിതയുമാണ് തൃശൂർ കണ്ണാറ ഒരപ്പൻപാറ കടയത്ത് വാസു വത്സല ദമ്പതികളുടെ ഇരട്ട പിറന്ന മക്കളായ അനീഷിനെയും അനൂപിനെയും ജീവിത പങ്കാളികളാക്കിയത്. ഒരുമിച്ച് ജനിച്ച് ഒന്നിച്ച് പഠിച്ചു വളർന്ന് ഒരേ മേഖലയിൽ ജോലി നേടിയ മക്കൾക്ക് ഇരട്ടകളായ ജീവിത പങ്കാളികളെ തന്നെ വേണമെന്ന് ഇരു വീട്ടുകാരും നേരത്തെ മുതൽ ആഗ്രഹിച്ചിരുന്നു. നീണ്ട നാളത്തെ തിരച്ചിലിനൊടുവിലാണ് മാട്രിമോണി വഴി അനുയോജ്യരായവരെ കണ്ടെത്തിയത്. പ്രൊഫഷനിലെ സാമ്യം കൂടിയായപ്പോൾ വിവാഹം പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചു. നമ്മള് എത്തകളെ നോക്കി ആദ്യം നടന്നിരുന്നു, പിന്നീട് ശരിയായില്ല. പിന്നീട് നമുക്ക് എത്തകളെ തന്നെ കിട്ടണമെന്നൊരു ഇതായിരുന്നു. പിന്നെ കിട്ടി. അവരിപ്പോ രണ്ടുപേരും കൊച്ചി, നമ്മുടെ മക്കള് രണ്ടുപേരും കൊച്ചി ഇൻഫോ പാർക്കിലാണ് ജോലി. 2 വർഷമായിട്ട് അവിടെ തന്നെയാണ്. ചെക്കന്മാർ രണ്ടുപേരും TC കണ്ണാറ ഭാഗം അവിടെ ജോലിന് ബോംബെ സെറ്റിലാണ്. അവർ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. വേറെ കുഴപ്പങ്ങളില്ല. നമ്മൾ വിചാരിച്ചമാതിരി തന്നെ നമുക്ക് കാര്യങ്ങൾ ഒത്തു കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അനീഷും അനൂപും മുംബൈയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. ഇവരുടെ കുടുംബം വർഷങ്ങളായി മുംബൈയിൽ തന്നെയാണ് താമസിക്കുന്നത്. അഞ്ജലിയും അഞ്ജിതയും കൊരട്ടി ഇൻഫോ പാർക്കിലെ IT പ്രൊഫഷണലുകളാണ്. ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലായിരുന്നു താലിക്കെട്ട്. തുടർന്ന്
നെല്ലായി കൊളുത്തൂരിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കുചേർന്നു. TCV കൊടകര. ആറാട്ടുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, ക്ഷേത്രത്തിന്റെ ഊരാളൻ കുടുംബാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. കൊടി കയ്യിൽ കൊടിക്കൂറ അലങ്കരിച്ച ശേഷം കൊടിമരം ദേശക്കാരാണ് ഉയർത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, അംഗം അഡ്വക്കേറ്റ് KP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U. അനിൽകുമാർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. പൂരത്തോടനുബന്ധിച്ച് ആറാട്ടുപുഴ മന്ദാരക്കടവിന്റെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. പുഴയിൽ അടിഞ്ഞുകൂടിയ മൺകൂനകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തള്ളി നീക്കിയാണ് വൃത്തിയാക്കുന്നത്. ഇത്തരത്തിൽ 150ഓളം മീറ്റർ നീളത്തിലാണ് മണ്ണ് നീക്കുന്നത്. തേവർക്കും ഭഗവതിമാർക്കും മന്ദാരം കടവിലാണ് ആറാട്ട് നടക്കുന്നത്. തേവർക്കും ഊരകത്തമ്മ തിരുവടിക്കും ചേർപ്പ് ഭഗവതിക്കും അന്തിക്കാട് ഭഗവതിക്കും മന്ദാരം കടവിൽ മണ്ഡപവും ഒരുക്കും. വെള്ളറക്കാട് ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിന്റെ 75-ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഹന്തി മത്സരം നടത്തി. PTA പ്രസിഡന്റ് വിന്യ ജയൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റാഷിദ മോഡറേറ്ററായി. സംഘാടക സമിതി ചെയർമാൻ PT ഗോപി, കൺവീനർ KU വികാസ്, PTA വൈസ് പ്രസിഡന്റ് നാസിമ സക്കീർ, മാതൃസംഘം വൈസ് പ്രസിഡന്റ് അൻഷിത, സ്കൂൾ പ്രധാനാധ്യാപിക KV ഗീത എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ വെളിയങ്കോട് മേൽപ്പാലത്തിന് മുകളിൽ ഭക്ഷ്യമാംസ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി തള്ളിയ നിലയിൽ കണ്ടെത്തി. രാത്രികാലങ്ങളിൽ മാലിന്യങ്ങളുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലപ്പാട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കയ്പമംഗലം പുന്നയ്ക്കൽ ചാൽ സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ ശ്രീരാഗിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി രമ്യ മേനോൻ ശിക്ഷിച്ചത്. 2023-ലാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ K. സൂരജ് കോടതിയിൽ ഹാജരായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മനവലശ്ശേരി കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ വീട്ടിൽ മിഥുനെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,525 രൂപ, പവന് 1,80,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള അന്തിമ വോട്ടർ പട്ടിക പൂർത്തിയായി. ജില്ലയിലെ ആകെ വോട്ടർമാർ 25,32,715. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോരാട്ടം ആവേശത്തിലേക്ക് കടന്നു. സ്ത്രീകൾക്കും യുവാക്കൾക്കും പരിഗണന നൽകുന്ന ജനകീയ സർക്കാരായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ നിലവിൽ വരിക എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ചേർന്ന് കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ. വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും LDF-നും UDF-നും കഴിഞ്ഞിട്ടില്ലെന്ന് 2020 പാർട്ടി നേതാവ് സാബു M. ജേക്കബ്. പുന്നിയൂർക്കുളം അണ്ടത്തോടിൽ 67 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. പിക്കപ്പ് വാനിന്റെ രഹസ്യ അറയിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് 5250 കിലോ ചെറുമത്സ്യങ്ങളെ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. ബോട്ട് ഉടമകളിൽ നിന്ന് 2.5 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കുന്നതിന് ഓട്ടോറിക്ഷ വെട്ടിച്ചതിനിടെയാണ് അപകടം.
തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന് രാജകീയ പ്രൗഢിയോടെ തുടക്കമായി. ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ച് തേവർ പടിഞ്ഞാറേ നടക്കൽ പൂരത്തിന് എഴുന്നള്ളും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.